Okay, next chapter, integers. Integers എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? Integers എന്ന് കേട്ടിട്ടുണ്ടോ? Numbers ഏതൊക്കെയാ പഠിച്ചിട്ടുള്ളത്? Numbers എങ്ങനെയൊക്കെ പറയാം? എങ്ങനെ അറിയാം numbers? Natural numbers എന്താണെന്ന് അറിയോ? എന്താ natural numbers? ഷാനിഫ് ഹെവനും ഒന്നും എന്താ വീഡിയോ ഓൺ ചെയ്യാത്തെ? ഓക്കെ, എന്താ നാച്ചുറൽ നമ്പേഴ്സ്? നമ്മൾ സാധാരണ കൗണ്ടിങ് നമ്പേഴ്സ് ഏതൊക്കെയാ പറയുന്നത്? എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 118, 118. ഓക്കെ, കൗണ്ടിങ് നമ്പേഴ്സ്. നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? ആണല്ലോ. അതിനെയാണ് നമ്മൾ സാധാരണ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. 1, 2, 3, 4, 5, 6. അത് എവിടെ അവസാനിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ നാച്ചുറൽ നമ്പർ ഏതാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ 1 ആണ് അല്ലേ? 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാല് ഈ 1, 2, 3, 4 അല്ലാതെ നമ്മൾ സാധാരണ നോർമലി 0യും കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഒന്നും ഇല്ല എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി 0 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0യും കൂടി ആഡ് ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയും? ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1, 1, 2, 3, 4, etc. എന്നാൽ 1ന് മുന്നേ നമ്മൾ 0യും കൂടി ആഡ് ചെയ്താൽ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ 1, 2, 3, 4, 5, 6, etc. are natural numbers. Then 0, 1, 2, 3, 4, 5, 6, etc. are whole numbers. WHOLE, whole numbers. Okay. Then നമ്മൾ സാധാരണ 4 ഓപ്പറേഷൻസ് അറിയാം മാത്സിന്റെ. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? ഇതെല്ലാം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോർമലി നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് we always minus smaller number from a larger number. അല്ലെ? വലിയ നമ്പറിൽ നിന്ന് നമ്മൾ ചെറിയ നമ്പറാണ് ഇത്രയും കാലം മൈനസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നേരെ തിരിച്ചൊന്ന് ആലോചിച്ചു, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? പറ്റുമോ? പറ്റില്ല എന്നാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ നമുക്ക് മൈനസ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം തെറ്റാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇത്രയും നാള് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ചാപ്റ്റർ പഠിക്കുന്നത് മുതൽ we can say we can subtract a larger number from a smaller number. അതായത് 0-നേക്കാളും ചെറിയ നമ്പേഴ്സും ഉണ്ട്. 0-നേക്കാളും ചെറിയ നമ്പേഴ്സും ഉണ്ട്. നമുക്കിപ്പോ അറിയുന്നത് വെച്ച് നോക്കിയാൽ ഏറ്റവും ചെറിയ നമ്പർ 0 ആണ്. ഓക്കെ, എന്നാൽ 0 അല്ല ഏറ്റവും ചെറുത്. നമുക്ക് ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ ഏറ്റവും ചെറിയ നമ്പർ ഏതാന്ന് പറയാൻ പറ്റില്ല. മൈനസ് നമ്പേഴ്സ്, അതായത് നെഗറ്റീവ് നമ്പേഴ്സ്. 0-നേക്കാളും ചെറിയ നമ്പേഴ്സ് ആണ് എന്ത്? നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോ അതിനെങ്ങനെയാ നമ്മൾ പറയാന്ന് വെച്ചാൽ നമുക്ക് നമ്പർ ലൈൻ അറിയാം അല്ലെ? നമ്പർ ലൈൻ അറിയാം.
എങ്ങനെയാ നമ്പർ ലൈൻ വരുന്നത്? ഒരു ലൈൻ, അതിന്റെ സെന്ററിലായിട്ട് എന്ത് വരുന്നു? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണേ, ഞാൻ വരയ്ക്കുന്നത് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കില്ല. ഇങ്ങനെയാണ് നമ്പർ ലൈൻ വരുന്നത് അല്ലേ? സാധാരണ നമ്മൾ ഇത്രയും കാലം നമ്പർ ലൈൻ സ്റ്റാർട്ട് ചെയ്തത് 0 മുതലാണ് അല്ലെ? എന്നാൽ ഇവിടെ നമ്പർ ലൈനിന്റെ സെന്ററിലായിട്ട് നമുക്ക് 0 എഴുതാം. 0, 1, 2, 3, 4, 5, 6, 7, 8, etc. ഇനി 0-നേക്കാളും ചെറിയ നമ്പേഴ്സ് എന്ന് പറയുമ്പോ -1, -2, -3, -4, -5, -6, -7, -8, etc. അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോ സെന്ററിൽ വരുന്നത് 0. 0-നെ സെന്ററിൽ നിർത്തിക്കൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോ എന്താവുന്നു? ഡിജിറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, കൂടിക്കൂടി വരുന്നു അല്ലെ? കൂടിക്കൂടി വരുന്നു. വാല്യൂ ഇൻക്രീസസ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിലോ? ഇതിപ്പോ 0-ൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോ വാല്യൂ ഇൻക്രീസ് ചെയ്തു വരുന്നു. ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിലോ? 0-നേക്കാളും ചെറിയ നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ വാല്യൂ എന്താവും? വാല്യൂ ഡിക്രീസസ്. 0-ൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതോറും നമ്പേഴ്സിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും നമ്പേഴ്സിന്റെ വാല്യൂ കൂടിക്കൂടി വരുന്നു. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചു വെക്കുക. മേലെ ഹെഡിങ് എഴുതുക, ഇന്റിജേഴ്സിന് ഹെഡിങ് എഴുതുക, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുക. ഇന്റിജേഴ്സിന് എഴുതി വെച്ചിട്ട് ഒന്ന് വരച്ചു വെച്ചു. എന്നിട്ട് ഇന്റിജേഴ്സ് എന്താണെന്നും കൂടി ഒന്ന് എഴുതി വെക്കണേ. Negative numbers 0 and positive numbers together known as integers.
all negative numbers. All negative numbers, 0 and all positive numbers together known as integers. അപ്പൊ നമുക്ക് ഈ നമ്പർ ലൈനിൽ നോക്കിയാൽ അറിയാം, -4ഉം 2ഉം വെച്ച് നോക്കിയാൽ ഏതായിരിക്കും വലിയ നമ്പർ? -4 and 2 ഏതായിരിക്കും വലിയ നമ്പർ? അത് കൂടെ ഒന്ന് എഴുതി വെച്ചു. -4 and 2 ഏതായിരിക്കും വലുത്? -4 ആയിരിക്കും 2 ആയിരിക്കും? 0യിൽ നിന്ന് പോകുന്നത് നോക്കിയാൽ മതി. 0യിൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ വാല്യൂ കൂടുന്നു, 0യിൽ നിന്ന് -4ലേക്ക് പോകുമ്പോൾ വാല്യൂ കുറയുന്നു. അപ്പോ -4 എന്നത് 2നേക്കാളും ചെറുതാണ്. That means -4 less than 2. -4 less than 2. ഇനി അതുപോലെ -1 and 1 ഏതായിരിക്കും വലുത്? -1 ആയിരിക്കോ 1 ആയിരിക്കും? 1. ഏതാ വലുത്? 1. എന്തുകൊണ്ടാ? 0യിൽ നിന്ന് 1ലേക്ക് പോകുമ്പോൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, 0യിൽ നിന്ന് -1ലേക്ക് പോകുമ്പോൾ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. സോ -1 less than +1. സാധാരണ നമ്മൾ പ്ലസ് പോസിറ്റീവ് ഇന്റിജേഴ്സിന് പ്ലസ് എന്നുള്ള സൈൻ ഇടാറില്ല, 1 2 3 4 എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്നാൽ നെഗറ്റീവ് നമ്പേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ കൂടെ മൈനസ് സൈൻ ആഡ് ചെയ്യുന്നത്. -1 -2 -3. ഇനി വേറൊന്നും കൂടി നോക്കാം. -1 ആണോ -4 ആണോ വലുത്? -1. എന്തുകൊണ്ടാ? അത് ഇൻക്രീസ് ചെയ്യുമ്പോ താഴോട്ടാ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിജിറ്റിന്റെ വാല്യൂ സമയത്ത് -1 കഴിഞ്ഞിട്ട് 2 ആക്കാൻ കഴിഞ്ഞിട്ടുള്ളതല്ലേ? 1ഉം 4ഉം ആണെങ്കിൽ 4 ആയിരിക്കും വലുത്. അതിന്റെ കൂടെ മൈനസ് വരുമ്പോ ചെറിയ വാല്യൂ ഉള്ള ഡിജിറ്റ് ആയിരിക്കും വലുത്. മൈനസ് ഉണ്ടെങ്കിൽ -1 ആയിരിക്കും -4നേക്കാളും വലുത്. -1 greater than -4. Then പേജ് നമ്പർ 118 ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ താഴെ പോസിറ്റീവ് ഇന്റിജേഴ്സ് കണ്ടോ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. പോസിറ്റീവ് ഇന്റിജേഴ്സ്, the natural numbers 1 2 3 4 etc. are called positive integers. Natural numbers 1 2 3 4 etc. are called positive integers. Then another negative integers. The numbers -1 -2 -3 -4 are called negative integers. അപ്പോൾ പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 etc. നെഗറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ -1 -2 -3 -4 etc. അപ്പൊ ഈ 0യോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 0 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ്. എന്താ നെഗറ്റീവിന്റെ തൊട്ടത് കൂട്ടിക്കൂടെ? -1ഉം +1ഉം വെച്ച് നോക്കിയാൽ +1 ആണ് -1നേക്കാളും വലുത്. 0 1 മാത്രമേ ഉള്ളൂ അല്ലെ? -1നേക്കാളും വലുതുമാണ്, +1നേക്കാളും ചെറുതുമാണ്. അപ്പൊ 0 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? രണ്ടിലുണ്ട്, മിഡില്. രണ്ടിലും അല്ല. ഇറ്റ് ഈസ് നെയ്തർ പോസിറ്റീവ് നോൺ നെഗറ്റീവ്. അതായത് 0 എന്നത് പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല.
It is the central value. Okay. ഇനി നമ്മൾ ഈ പോസിറ്റീവും നെഗറ്റീവും, അതായത് നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും റിയൽ ലൈഫിൽ നമ്മുടെ സാധാരണ ലൈഫിൽ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ഇടാറുണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും നമ്പേഴ്സിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് നോക്കാം. അതായത് ഇപ്പൊ പ്രോഫിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ഒരു ഫേമിന്റെ പ്രോഫിറ്റിനെ കാണിക്കാൻ വേണ്ടി പോസിറ്റീവ് എന്ന് നമ്മൾ നമ്പേഴ്സിന്റെ കൂടെ ആഡ് ചെയ്യും. ഇപ്പൊ 1 lakh ആണ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് എങ്കിൽ അത് നമ്മുടെ ബാലൻസ് ഷീറ്റിലൊക്കെ അവരുടെ ബുക്ക് റെക്കോർഡ്സിലൊക്കെ എഴുതുന്ന സമയത്ത് +1 lakh എന്ന് എഴുതും. +1 lakh എന്ന് എഴുതിയാൽ അവിടെ we mean that it is profit. ഇനി -1 lakh എന്നാണെങ്കിൽ it means that it is loss. +1 lakh എന്നാണെങ്കിൽ പ്രോഫിറ്റും -1 lakh എന്നാണെങ്കിൽ ലോസും. ഇനി ബാങ്കിന്റെ കേസിലാണെങ്കിൽ ഡെപ്പോസിറ്റിനെ കാണിക്കാൻ പ്ലസ് എന്ന് കാണിക്കും. +25,000 എന്നാണെങ്കിൽ അത് ആരെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതായിരിക്കും. ഇനി -30,000 എന്നാണെങ്കിൽ അതാരെങ്കിലും വിഡ്രോ ചെയ്തതായിരിക്കും. ഓക്കെ. ദെൻ ടെമ്പറേച്ചർ നിങ്ങൾക്ക് പേപ്പറിലും ന്യൂസിലൊക്കെ കാണാൻ പറ്റും. പിന്നെ -4 ഡിഗ്രി സെൽഷ്യസിലേക്ക് താണു ടെമ്പറേച്ചർ, കാശ്മീരിൽ ഇത്ര -7 ഡിഗ്രി സെൽഷ്യസിലേക്ക് താണു ഇല്ലേ? അതായത് 0 ഡിഗ്രിനേക്കാളും താഴ്ന്നിട്ടുള്ള ടെമ്പറേച്ചറിനെ മൈനസ് കൊണ്ടും 0 ഡിഗ്രിനേക്കാളും ഉയർന്നിട്ടുള്ള ടെമ്പറേച്ചറിനെ പോസിറ്റീവ് ആയിട്ട് പറയും. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ തന്നെ ഐസ് ആണ് അല്ലേ? 0 ഡിഗ്രിയിൽ നമ്മൾ ഐസ് ആയിട്ട് കണക്കാക്കുന്നത്, വാട്ടർ ഐസ് ആയിട്ടുള്ളതിനാണ് നമ്മൾ 0 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോ അതിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചർ അതിനെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. 0 ഡിഗ്രിനേക്കാളും കൂടിയ ടെമ്പറേച്ചറിനെ പോസിറ്റീവ് കൊണ്ടും റെപ്രസെന്റ് ചെയ്യും. നമ്മുടെയൊക്കെ വിചാരം 0 ഡിഗ്രിയിലാണ് എന്ത് വാട്ടർ ഐസ് ആകുന്നത് എന്നല്ലേ? ആണോ? അല്ല, മൈനസ് ആകുമ്പോഴാണ് എത്ര ഫ്രീസ് ആയി വരുന്നത്. എങ്ങനെ മൈനസിലോട്ട് പോകുമ്പോഴാണ് ഫ്രീസ് ആയി വരുന്നത്. മൈനസിലോട്ട് പോകുമ്പോഴാണോ ഫ്രീസ് ആയി വരുന്നത്? അല്ല, വാട്ടർ ഐസ് ആവാൻ തുടങ്ങുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വാട്ടറിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വന്ന് 4 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്താണ് വാട്ടർ ഐസ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐസ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്നതാണ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും വാട്ടർ ഐസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ. അപ്പൊ 0 ഡിഗ്രിനേക്കാളും കൂടിയിട്ടുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ പോസിറ്റീവ് കൊണ്ടും കുറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചറിനെ നെഗറ്റീവ് കൊണ്ടും റെപ്രസെന്റ് ചെയ്യും. പിന്നെ വരുന്നത് ഹൈറ്റ്സ് എബവ് സീ ലെവൽ. സീ ലെവൽ എന്താണെന്ന് അറിയാലോ? സമുദ്രനിരപ്പ് അല്ലെ? നമ്മളൊക്കെ ഇപ്പൊ സീ ലെവലിൽ നിന്ന് ഒരുപാട് മേലെയാണ് അല്ലെ? നമ്മുടെ മലയോര മേഖല എന്ന് പറയുന്നത് സീ ലെവലിനേക്കാളും, അതായത് സീ ലെവലിനേക്കാളും ഒരുപാട് മേലെയാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ കേരളത്തില് സീ ലെവലിനേക്കാളും സമുദ്രനിരപ്പിനേക്കാളും താഴ്ന്നിരിക്കുന്ന ഒരു പ്രദേശമുണ്ട്. ഏതാണെന്നറിയോ? ഇല്ല. നോർമലി എല്ലാ സ്ഥലങ്ങളും സീ ലെവലിനെ ഒന്നുകിൽ അതേ ലെവലില് അല്ലെങ്കിൽ അതിനേക്കാളും മേലെ. എന്നാൽ സീ ലെവലിൽ നിന്ന് താഴ്ന്നിരിക്കുന്ന ഒരു പ്രദേശം കേരളത്തിലുണ്ട്. കുട്ടനാട് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്താവും? പെട്ടെന്ന് വെള്ളം കയറും, വെള്ളപ്പൊക്കം ഉണ്ടാവും. ഓക്കെ. കേരളത്തിൽ ആകെയുള്ള ഒരു പ്ലേസ് ആണ് സീ ലെവലിൽ നിന്ന് താഴ്ന്നിരിക്കുന്ന ആകെയുള്ള ഒരു പ്ലേസ് ആണ് ഏത്? കുട്ടനാട്.
ബാക്കി എല്ലാ സ്ഥലങ്ങളും സീ ലെവൽ അല്ലെങ്കിൽ അതിനേക്കാളും ഉയർന്നിട്ടായിരിക്കും. അപ്പോ ഹൈറ്റ്സ് അബവ് സീ ലെവലിൽ നിന്ന് കൂടിയ ഉയർന്ന പ്രദേശത്തിന് നമ്മൾ പോസിറ്റീവ് എന്നും കുറഞ്ഞിരിക്കുന്ന പ്രദേശത്തിന് നെഗറ്റീവ് എന്നും പറയും. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം റെപ്രസെന്റേഷൻ ഓഫ് ഇന്റിജേഴ്സ് ഓൺ നമ്പർ ലൈൻ. നമ്പർ ലൈനിന്റെ മേലെ നമ്മൾ ഇന്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ നെഗറ്റീവ് നമ്പേഴ്സ് പ്ലസ് 0 പ്ലസ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പൊ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എന്നാൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എഴുതാൻ നിങ്ങൾക്ക് അറിയോ? കിട്ടുമോ? കുറച്ച് നമ്പേഴ്സ് തരട്ടെ. അതിലേതാ വലുത് ചെറുത് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതണേ. നോട്ട്ബുക്കിൽ എഴുതിക്കോ. ഫസ്റ്റ് വൺ -56 -98. -56 -98. 254 -120. -450 -550. ഇതിൽ ഏതൊക്കെയാ വലുത് ഏതൊക്കെയാ ചെറുതെന്ന് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ ഇട്ടൊന്ന് എഴുതി. ഓക്കെ, ഇങ്ങനെ തന്നെയാണോ നോക്കണേ. -56 -98. -56 greater than -98 ആണോ? ഓക്കെ, then 254 120. 254 greater than -120. 254 ആണ് 120നേക്കാളും വലുത്. -450 -550. -450 ആണ് -550നേക്കാളും വലുത്. ഓക്കെ, അപ്പൊ രണ്ട് ഇന്റിജേഴ്സ് തന്നാൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഏതൊക്കെയാണ് എഴുതാലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 122 ഒന്ന് എടുത്തേ. 122 എക്സൈസ് 6A കണ്ടോ? എക്സൈസ് 6A അതില് ഏഴാമത്തതൊന്ന് പെട്ടെന്നൊന്ന് ഫില്ല് ചെയ്തേക്കോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, fill in the blanks with appropriate symbols greater than or less than. അത് പെട്ടെന്നൊന്ന് ഫില്ല് ചെയ്തേ. കഴിഞ്ഞല്ലേ? ആൻസർ പറയട്ടെ. 3 greater than -1. Second one, -6 greater than -8. Third one, -2 less than 5. Fourth one, 0 less than 5. Fifth one, 0 greater than -7. Next, -1 less than 0. Next, -30 less than -29. Last one, -465 greater than -475. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. Arrange the following integers in increasing order, ascending order or descending order. Arrange the following integers in decreasing order. Ascending order, descending order. അത് രണ്ടും ഹോംവർക്ക് ആയിട്ട് എഴുതാം. എന്താ ശ്രീവിഷ്ണു? മിസ് അത് നോട്ടിലോട്ട് എഴുതിയിട്ട് പറയാം. നോട്ടിലേക്ക് എഴുതിക്കും. ടെക്സ്റ്റിൽ എഴുതുന്ന സ്ഥലമില്ലല്ലോ, നോട്ടിൽ തന്നെ എഴുതിക്കും. ഓക്കെ,
അപ്പോ എന്താ ഉത്തരം? മിസ് 8 9 എഴുതണോ? ഓ 8 9 ഡിക്രീസിങ് ആൻഡ് 8ഉം ഇൻക്രീസിങ്. 9ഉം രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ഹോംവർക്ക് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ജസ്റ്റ് വേഗം എഴുതി വെച്ചോ, അടുത്ത ക്ലാസ് അല്ലേ ഉച്ചയ്ക്ക് ശേഷം, അപ്പോഴത്തേക്ക് എഴുതി വെച്ചോ കേട്ടോ. ഇവിടെ നമ്മുടെ പേജ് നമ്പർ 119 ഓർഡറിംഗ് ഓഫ് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്താ കൺക്ലൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓർഡറിംഗ് ഓഫ് ഇന്റിജേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഇടയിൽ ഒരു 6 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കാം. Since every positive integers is to the right of every negative integers, therefore every positive integers is greater than every negative integers. അത് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് എല്ലാ പോസിറ്റീവ് ഇന്റിജേഴ്സും നെഗറ്റീവ് ഇന്റിജേഴ്സിനെക്കാളും വലുതായിരിക്കും. Second one, since 0 is left of every positive integer, therefore 0 is smaller than every positive integer. 0 എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ലൈനിൽ നോക്കുമ്പോൾ പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പർ ആണ്. അതുകൊണ്ട് 0 എല്ലാ പോസിറ്റീവ് ഇന്റിജേഴ്സിനെക്കാളും സ്മോളർ നമ്പർ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെ, എന്നാൽ ഒന്നും കൂടി നോക്കുന്നതേ ഉള്ളൂ. തേർഡ് വൺ, since 0 is to the right of every negative integer, therefore 0 is greater than every negative integer. നമ്പർ ലൈനിൽ നോക്കിയാൽ മനസ്സിലാവും നെഗറ്റീവ് ഇന്റിജേഴ്സിന്റെ ഏറ്റവും റൈറ്റ് സൈഡിലാണ് 0 വരുന്നത്. സോ 0 ഈസ് ഗ്രേറ്റർ ദാൻ എവറി നെഗറ്റീവ് ഇന്റിജേഴ്സ്. എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിനെക്കാളും വലുതാണ് 0. ഫോർത്ത് വൺ, the farther a number is from 0 on its right, the larger is its value. അതായത് നമ്പർ ലൈനിൽ 0യിൽ നിന്ന് റൈറ്റ് സൈഡിൽ എത്ര കൂടുതലായിട്ട് പോകുന്നോ, റൈറ്റ് സൈഡിലേക്ക് പോകും തോറും അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുന്നു. നമ്പറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. Then the farther a number is from 0 on its left, ലെഫ്റ്റിലേക്ക് പോകും തോറും the smaller is its value. വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അങ്ങേയറ്റത്ത് കിടക്കുന്ന നമ്പർ ആണെങ്കിൽ ഏറ്റവും ചെറുതായിരിക്കും. റൈറ്റ് സൈഡിൽ ഏറ്റവും അങ്ങേയറ്റത്ത് കിടക്കുന്ന നമ്പർ ആണെങ്കിൽ ഏറ്റവും വലുതായിരിക്കും. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ചെറിയ നമ്പർ ഏതാ, വലിയ നമ്പർ ഏതാന്ന്? ഏറ്റവും വലിയ നമ്പർ നമ്മൾ 1 crore ആണെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. 1 crore ആണ് ഏറ്റവും വലിയ നമ്പർ. ഏറ്റവും ചെറിയ നമ്പർ എന്നാണ് ആ കണക്കിന് ഏതായിരിക്കും? അതിന്റെ സൈഡിൽ ഒരു മൈനസ് ഇട്ടാൽ അതിന്റെ ഏറ്റവും ചെറിയ നമ്പർ ആയില്ലേ? അതുപോലെ ഏറ്റവും വലിയ നമ്പർ നമുക്ക് പറയാൻ പറ്റാത്തിടത്തോളം കാലം ഏറ്റവും ചെറിയ നമ്പർ ഏതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, then last one, the greater a number is, the smaller is its opposite. The greater a number is, the smaller is its opposite. അതായത് ഒരു നമ്പറിന്റെ രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ 5 and 3. 5 3നേക്കാളും വലുതാണ്, നമുക്കറിയാം പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. 5 3നേക്കാളും വലുതാണ്. എന്നാൽ അതിന്റെ രണ്ടിന്റെ നെഗറ്റീവ്സ് എടുത്താൽ -5 -3നേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, പോസിറ്റീവ് ഇന്റിജേഴ്സിൽ ഗ്രേറ്റർ വരുന്ന നമ്പർ നെഗറ്റീവ് ഇന്റിജേഴ്സ് ആകുമ്പോൾ സ്മോളർ നമ്പർ ആയി മാറും. ബാക്കി നമുക്ക് ആബ്സല്യൂട്ട് വാല്യൂ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. ഓക്കെ, ബൈ.